നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ അതെ, ആകെ എത്ര സീറ്റാ? അഡ്മിഷന്റെ ടൈം ആയോ? ഓൺലൈൻ ആപ്ലിക്കേഷന്റെ രീതിയാണോ? അതെല്ലാം തിരക്കണം. നെറ്റിലില്ല. ഓഹ് കഷ്ടം. ഉണ്ടെങ്കി പിന്നെ നിന്നോട് ഞാൻ പറയോ? ആ അതെ, ഫൈൻ ആർട്സ് തന്നെ. ഓക്കെ ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യമൊന്നും മറക്കല്ലേ. ശരി. നീ എന്താ ശ്രേയ ഫൈൻ ആർട്സ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവാണോ? എന്താ, എനിക്ക് ഫൈൻ ആർട്സ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ലേ? ഹേയ് ഒന്നുമില്ല, നീ എടുത്തോ. ഓ, ഒരു ചേർച്ചയില്ലാന്ന് പറഞ്ഞതാ. കലയും കാടത്തവും ഒരുമിച്ച് മുന്നോട്ട് പോകില്ലല്ലോ. കലയും കാടത്തും ഒരുമിച്ച് വരില്ലെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഭരണാധികാരി ഒരു കലാകാരനായിരുന്നു. പിന്നെ ഫൈൻ ആർട്സിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത് ഞാനല്ല, പിന്നാരാ? ആ അഞ്ജന. നീ അഞ്ജനയ്ക്ക് വേണ്ടി വിളിച്ചു ചോദിച്ചോ? അത് നന്നായി. ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവം നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും വാരിക്കോരി തന്നു വിട്ടതാ. എന്തിന്റെ കുറവാ നമുക്കുള്ളത്? പാവം. ആ അഞ്ജനയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദർശനയും രൂപേഷേട്ടനും കമ്പനിയിൽ പോയാ പിന്നെ ഒരു മുറിയിൽ ഒറ്റയ്ക്കാ. അതും ആരോടൊന്നും മിണ്ടാൻ പോലും പറ്റാതെയാ ജീവിക്കുന്നതും. ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. ദർശന ഇവിടുന്ന് പോയി കഴിഞ്ഞാ പിന്നെ ആ പാവത്തിന്റെ കൂട്ടെ എന്റെ അമ്മയാ. അമ്മ പറയുന്നത് അവൾക്കും അവള് പറയുന്നത് അമ്മയ്ക്കും നല്ല കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ആ അതൊക്കെ പോട്ടെ, അവൾക്ക് അഡ്മിഷൻ കിട്ടോ? ഞാൻ ഫൈൻ ആർട്സിൽ അഡ്മിഷനെ കുറിച്ച് തിരക്കിയത് അവൾക്കത് വാങ്ങിക്കൊടുക്കാനാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? പിന്നെ നീ ഫോണിൽ വിളിച്ച് അന്വേഷിച്ചതോ? അതോ, അത് ആ ഫൈൻ ആർട്സ് കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ അത് തടയാനാ. എടി, അങ്ങനെ ചെയ്താലേ ഇടുത്തി വീഴും നിന്റെ തലയില്. ഒന്നുമില്ലെങ്കിലും ഒരു മിണ്ടാപ്രാണിയല്ലേ അത്? മിണ്ടാപ്രാണിയാണെങ്കിലേ അങ്ങനെയുള്ള ഏതെങ്കിലും സ്കൂളിൽ നിർത്തി പഠിപ്പിക്കട്ടെ. അവള് രാവിലെ കണ്ണി കണ്ടാലേ ദോഷമാ, അപശകുനം. ശ്രേ, നീ എന്തൊക്കെ വൃത്തികേടാ ഈ വിളിച്ചു പറയുന്ന? ആ പാവ നിന്നെ എന്ത് ചെയ്തു? അവൾ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അങ്ങനെ ന്യായോ നീതിയൊക്കെ നോക്കാൻ തുടങ്ങിയാ ആദ്യം ഇറങ്ങേണ്ടത് നീയാ. പിന്നെ നിന്റെ അച്ഛന്റെ വീടൊന്നും അല്ലല്ലോ, നിന്റെ അച്ഛന്റെ ചേച്ചിയുടെ വീടാ ഇത്. നീ പറഞ്ഞ ന്യായം വെച്ച് നോക്കിയാ ചേച്ചി കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടിലെ നിന്റെ അച്ഛൻ എന്താ കാര്യം? വീണേ, നിനക്കെന്താ പൊട്ടി പെണ്ണിനോടൊരു സിമ്പതി? അത് ഈ അടുത്തിടയ്ക്ക് വന്നതാണല്ലോ. എനിക്ക് അവളോട് സിമ്പതി ഒന്നുമില്ല. അവൾ ആരുടെയും സിമ്പതി ചോദിച്ചു വരാറുമില്ല. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, നമുക്കൊരു അനിയത്തി ഉണ്ടായിരുന്നു. അവൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലോ? നീ പറയോ അവൾ അപശകുനാണെന്ന്? ദൈവം കൂട്ടുള്ളവരാ ഇങ്ങനെ എന്തെങ്കിലും കുറവോടുകൂടി ജനിക്കുന്നത്. അവരെ അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിച്ചാ പോലും അങ്ങനെ വെറുതെ വിടില്ല. ചിലപ്പോ നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞെ ഇതിനേക്കാൾ വൈകല്യമുള്ള കുഞ്ഞായിരിക്കും. അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് അഹങ്കരിക്കരുത്. ഓ, അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ അങ്ങ് സഹിച്ചു. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് അഡ്മിഷൻ കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, നമുക്ക് കാണാം. ആ കാണാടി. പൊട്ടൻ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? സർ, ഇത് അർജന്റ് ഫയൽസാ. സാറൊന്ന് സൈൻ ചെയ്തിരുന്നെങ്കിൽ. സർ സൈൻ. ഇങ്ങെടുക്ക് സർ. പോയിട്ട് വാ. ശരി സർ.
അവിടെ ഇരിക്ക. സർ ഒപ്പിട്ട് സർ. ഒപ്പിടാനുള്ള ആളില്ല. സർ സാറല്ലേ ചെയർമാൻ, ഇതില് ചെയർമാനാണ് ഒപ്പിടേണ്ടത്. അതെ, ചെയർമാനാണ് ഒപ്പിടാനുള്ളത്, അറിയാം. പക്ഷേ എനിക്ക് ഈ ഫയലൊക്കെ ഒന്ന് പഠിക്കണം. സർ ഇനിയും ഒപ്പിടാനുള്ള കുറച്ച് ഫയൽസ് കൂടിയുണ്ട്, അത് ഇപ്പൊ എടുത്തോണ്ട് വരാം. താൻ പൊക്കോ. കർത്താവേ, ഇയാൾക്ക് വട്ടാണെന്ന് തോന്നുന്നു. ഇനി ഇവിടെ ഇരുന്നാ ഇയാൾ ഇനി ഇതുപോലെ ഓരോ ഫയലും കൊണ്ട് വരും. വീട്ടിൽ പൊക്കളയാം. ദർശന വന്ന് ഇതൊക്കെ നോക്കി ഒപ്പിടട്ടെ. സർ സർ ഇതും ഒപ്പിടാനുള്ള ഫയലുകളാ. ഇത്രയും ഫയലുകളോ? അതെ സർ. ആ ഇങ്ങത്താ. താക്കോലേ വാടാ. എന്താ ബോസേ? അയ്യോ, ഇതെന്താ ബോസേ ഇത്ര ഫയലുകള്? നീ വാടാ. രൂപേഷേട്ടാ, എന്തിനാ ഈ ഫയലെല്ലാം കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പുഴുങ്ങി തിന്നാൻ. പുഴുങ്ങി വെക്കുമ്പോ വിളിക്കാം. വന്നാലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും തരാം. വാടാ താക്കോലേ. എന്തിനാ രൂപേഷേട്ടാ ഇത്ര ചൂട്? വീണേ, രൂപേഷേട്ടൻ ചിലപ്പോ ഓഫീസിൽ വെച്ച് നോക്കി തീരാത്തത് കൊണ്ട് ഫയലൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാ അല്ലേ രൂപേഷേട്ടാ? ഇതൊക്കെ എനിക്ക് പഠിക്കാനുള്ള ഫയലുകളാ. വാടാ താക്കോലേ. ഇത് ഫയല് നോക്കിയിട്ടൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് ദർശനെ കാണിക്കാൻ കൊണ്ടുവന്നതായിരിക്കും. എന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ, ഫയലൊക്കെ പഠിക്കണോന്ന്. എഴുത്തും വായനയും അറിയാത്ത ആളാ പഠിക്കാൻ പോകുന്നത്. ഇനി ആ കമ്പനിയുടെ ഗതി എന്തായി തീരോ എന്തോ. പറ്റുമെങ്കിൽ ഈ ഗ്യാപ്പിൽ നമുക്ക് കമ്പനിയിൽ കയറി പറ്റണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതെന്തു വഴി? മുത്തശ്ശി. അതാണ് മരുവത്തൂരിലെ അവസാന വാക്ക്.